ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കസിൻസ് ആൻഡ് കല്യാണംസ് എന്ന മലയാളം ജിയോ ഹോട്ട്സ്റ്റാർ വെബ് സീരീസിൻ്റെ 4 എപ്പിസോഡ് കൂടി വെള്ളിയാഴ്ചയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കാണാൻ കുറച്ച് വൈകിപ്പോയി, ബട്ട് സ്റ്റിൽ ഐ ആം ഹിയർ വാച്ചിങ് ദാറ്റ് വീഡിയോ. ഇപ്പോഴും ജീവനോടെയുണ്ട് അതിൻ്റെ റിവ്യൂ പറയാൻ. ഇപ്പോഴും നിങ്ങൾ ആ വെബ് സീരീസ് കാണുന്നുണ്ടല്ലേ? ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഇതുമല്ല റീസൺ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും റീസൺ. ഒന്നെങ്കിൽ എനിക്ക് ആ അഭിനയിക്കുന്ന അഭിനേതാവിൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കഥാപാത്രമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ വൈബ്, ഈ ഒരു എൻവയറമെൻറ്റ്, കുടുംബത്തോടൊപ്പം, കസിൻസിൻ്റെ ഒപ്പം, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ചുള്ള ഒരു ഫാമിലി മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ അല്ല ഒരു സ്ട്രീമിംഗ് ചാനലിലും. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അത് കാണുന്നത്. യു നെവർ നോ ദ റീസൺ എന്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബട്ട് ഐ എം സ്റ്റിൽ വാച്ചിങ് ദിസ്. ബട്ട് ഞാൻ കൊടുക്കുന്ന ആ ഒരു അറ്റൻഷനും ആ ഒരു സമയത്തിനും അത്രയും പറ്റിയ ഒരു എഫേർട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങാട് കിട്ടുന്നില്ല എന്നുള്ള എനിക്ക് തോന്നി. ഞാൻ നേരത്തെ ഈ റിവ്യൂവിൽ, ലൈക്ക് ഇതിന് മുമ്പ് ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഈ റബ്ബർ ബാൻഡ് പോലെ വലിച്ച് നീട്ടണ പരിപാടി, ഒരുമാതിരി മെഗാ സീരിയൽ പോലെ ആ പരിപാടി തന്നെ ഇതിലുണ്ട്. അതിന് കണ്ടന്റ് വളരെ കുറച്ചുള്ളൂ. ഈ വന്ന 4 എപ്പിസോഡുകളിൽ മെയിൻ കണ്ടന്റ്, ഈ സ്റ്റോറി വൈസ് പോകുന്നത് വളരെ കുറച്ചുള്ളൂ. മിക്കതും ഒരു അൺനെസസറി ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ്, ലൈക്ക് അൺനെസസറി ആയിട്ടുള്ള തമാശ ഉണ്ടാക്കാൻ നോക്കുക. മോസ്റ്റ്ലി ക്രിഞ്ച് കോമഡി ഡയലോഗ്സ് ആണ് ഇവരുടെ മെയിൻ ആയിട്ട് പഠിച്ച സംഭവം. ഇതിലൊരു എന്താണ്, പ്രജീഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനുണ്ട്. പുള്ളി എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ലൈക്ക് വളരെ വെറുപ്പീര് ക്യാരക്ടർ, വെറുപ്പീര് കോമഡി. ആ ക്യാരക്ടറും വെറുപ്പീരാണ്. ബട്ട് നമ്മൾ പ്രേമലൂല് ആദിനെ കണ്ടില്ലേ, പുള്ളി വെറുപ്പീരാണ്, പക്ഷെ നമുക്കൊരു എന്റർടൈൻമെന്റ് കിട്ടുന്നുണ്ട് ആ ഒരു ക്യാരക്ടറിൽ നിന്ന്, നല്ല തമാശ കിട്ടുന്നുണ്ട്. ഇവിടെ അതില്ല. ആ ചെക്കൻ വരുന്നത് എപ്പോഴാണ് നല്ല വെറുപ്പീരുണ്ട്, ഒരു കോമഡി എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ അവരുടെ കൂട്ടത്തിൽ ആക്ച്വലി നല്ല നടൻ പുള്ളിയാണ്. ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് പുള്ളിയാണ് കുറച്ച് ഹൈ ഈ പിള്ളേരൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഞാൻ ചന്തു നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ മെയിൻ നടനും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നല്ലതാണ്. ബട്ട് സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഈ ചെക്കൻ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. വെറുപ്പീനാണെങ്കിലും അഭിനയത്തിൽ സ്കോർ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ക്രിഞ്ച്, ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ഫണി. ബട്ട് ഇവരുടെ കസിൻസിൻ്റെ കഥകൾ കുറച്ചായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, സ്റ്റോറിയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ബട്ട് മെജോറിറ്റി ആയിട്ട് സെയിം ഓൾഡ്. റൺ ടൈം തികക്കാൻ വേണ്ടി ഹുക്കില്ല, ഹുക്ക് തീർന്ന്, എന്തെങ്കിലും ഹുക്ക് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ശോകം. സ്റ്റോറി മുന്നോട്ട് അധികം പോകുന്നില്ല. അപ്പം ഇതാണെന്നും അവിടെ റിലേഷൻഷിപ്പ് വല്ലപ്പോഴൊക്കെ കാണുള്ളൂ. ഒരു വലിയ റിലേഷൻഷിപ്പിലേക്ക് വന്ന് ഇത്രയും സീൻ ഉണ്ടാക്കുന്ന ഈ ടൈം സ്പെൻഡിൽ നിന്നാണോ അവരങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തത്? ഐ ഡോണ്ട് റിയലി ഫീൽ ലൈക്ക് ഇറ്റ്. ഈ ഒരു ബന്ധം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു ഇഷ്ടം എവിടെ നിന്ന് വന്നെന്നറിയില്ല. ബട്ട് ദിയ, ആ ഒരു പെർഫോമൻസ് ചെയ്യുന്ന ആ ഒരു നടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ ഒരു നടി വരുമ്പോൾ തന്നെ എനിക്കറിയാം ഇറ്റ്സ് ദിയ, ആ ഒരു ക്യാരക്ടറാണെന്നുള്ളത്. ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് എപ്പോൾ കാണുമ്പോഴും ആ ഒരു ക്യാരക്ടറിനെ ഒക്കെ അത് ദിയാണ്, നമുക്ക് ആ ഒരു നടിയോ അങ്ങനെയൊന്നും ഓർമ്മ വരില്ല. ബാക്കിയുള്ളവരൊക്കെ അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നു. ബട്ട് ദിയ ഈസ് സ്റ്റാൻഡ് ഔട്ട്. ഞാൻ കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കുകയാണ് ആ ഒരു സീരീസിൽ. ലൈക്ക് ആ എപ്പിസോഡുകളിലൊക്കെ ഈ പെണ്ണ് ക്യാരക്ടർ വിട്ടു പോയിട്ടില്ല ഇതുവരെ. അപ്പം അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ ഓണം സെലിബ്രേഷൻ സംഭവം അതൊക്കെ കുറച്ച് കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു. ബട്ട് വടംവലിയൊക്കെ എന്തിട്ടാണ് കാണിച്ചു വെച്ചേക്കുന്നത്? ലൈക്ക് ഒരു പിള്ളേർക്ക് പോലും എൻ്റർടൈൻമെൻറ്റ് തോന്നാത്ത ഒരു സംഭവമൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഓരോ പരിപാടി അവൻ വലിക്കണവർക്ക് കണ്ടില്ല, അയ്യോ കണ്ടപ്പോൾ ഭയങ്കര സംഭവം. സപ്പോർട്ടിങ് ആക്ടേഴ്സൊക്കെ ലൈക്ക് ദേർ അവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ, അധികമുള്ളൊന്നുമില്ല. ആൻഡ് ഞാൻ നേരത്തെ ഉള്ള റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഒരു എഫേർട്ട് ഇല്ലെങ്കിൽ, ലൈക്ക് ഷോ റണ്ണേഴ്സിൻ്റെ സ്ക്രിപ്റ്റിലാണെങ്കിലും നെറേറ്റീവ് ആണെങ്കിലും ഒരു എഫേർട്ട് സ്റ്റോറി ലൈൻ വൈസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ എഫേർട്ട് നിൽക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് ഈ ഒരു 4 എപ്പിസോഡ് വരെ നിർത്താനാണ് എൻ്റെ പ്ലാൻ. എന്നാലും ഞാനൊരു ചാൻസ് കൊടുക്കാതെ പറ്റില്ല. കണ്ടുപോയില്ലേ, ലൈക്ക് ഇവരുടെ അവസാനം എന്തോന്ന്, ലൈക്ക് തുടക്കത്തിലുള്ള സംഭവം വെച്ച് നോക്കുമ്പോൾ അവസാനം കാണണമെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അതിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യും. അടുത്തതും കാണേണ്ടി വരും അടുത്ത ആഴ്ചയിലേയും. ബട്ട് കഷ്ടപ്പാടാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിർത്തും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് വെരി ആവറേജ്. അതാണ് എൻ്റെ റിവ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.